അതിശയമാണ്. ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്തതാണ്, ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഇവിടത്തെ ആരെങ്കിലും തന്നെ ചെയ്തിട്ടുണ്ട്, അത് ഷുവറാണ്. നമസ്കാരം. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ ഭാഗമായിട്ടുള്ള ഭക്ഷണം, ഫ്രീഡം ഫുഡ്, അതിന്റെ ഏറ്റവും വലിയ സെന്റർ ആയിട്ടുള്ള പൂജപ്പുരയ്ക്ക് സമീപത്തുള്ള കഫ്റ്റീരിയ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വലിയൊരു മോഷണമാണ് നടന്നിരിക്കുന്നത്. ഏകദേശം 4 ലക്ഷത്തോളം രൂപ ഓഫീസ് മുറി തല്ലി തകർത്ത് ഓഫീസ് മുറിയിലെ പൂട്ട് പൊളിച്ച് ഒരാൾ മോഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇത്തരം ഒരു വാർത്ത പുറത്തു വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിലുള്ള പോലീസ് സംവിധാനങ്ങളുടെ ഒരു പ്രവർത്തന രീതി അല്ലെങ്കിൽ വലിയൊരു വീഴ്ച, അത് തന്നെയാണ് വലിയ ചോദ്യചിഹ്നമായിട്ട് മാറുന്നത്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതേ രീതിയിൽ തന്നെ മറ്റൊരു വിഷയം ജയിൽ അധികൃതരും ജയിലിന്റെ അനാസ്ഥയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളൊക്കെ ചർച്ച ചെയ്തത്. അതായത് ഏറ്റവും വലിയ കൊടും കുറ്റവാളിയായിട്ടുള്ള ഗോവിന്ദച്ചാമി എന്ന് പറയുന്നയാൾ വെറും 3 മാസം കൊണ്ട് ഡയറ്റൊക്കെ എടുത്ത് ആയുധങ്ങൾ ശേഖരിച്ച് അതിനുശേഷം ജയിൽ ചാടിയിരുന്നു. അതായത് അതിനുശേഷം നടത്തിയ അന്വേഷണത്തിൽ പല ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു. ജയിലിനുള്ളിൽ ആവശ്യത്തിലധികം ലഹരി പദാർത്ഥങ്ങൾ പണം കൊടുത്താൽ കിട്ടുമെന്നതടക്കം അവിടുത്തെ പ്രതികളിൽ പലരും പറയുകയുണ്ടായി. അത് മാത്രമല്ല, ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ അടക്കം ഈ പ്രതികൾക്ക് എത്തിച്ചു നൽകാൻ ജയിലിനകത്ത് ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ പുറത്തു വന്നത്. ഇതിനുശേഷം പോലീസ് സിസ്റ്റത്തിനെതിരെയുള്ള ഈ ഒരു അനാസ്ഥ അത് വലിയ ചോദ്യചിഹ്നമായതോടുകൂടെ അതൊരു പരിഹാരത്തിന് വേണ്ടി നിരവധി നടപടികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൈക്കൊണ്ടത്. പിന്നീട് ഇത്തരമൊരു വീഴ്ച ഇനി ഒരിക്കലും ഉണ്ടാകില്ല, കഴിവതിൽ പരമാവധി സുരക്ഷ കൂട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ന്യായീകരണങ്ങളൊക്കെ പോലീസ് സംവിധാനത്തിൽ നിന്നടക്കമുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ കഫ്റ്റീരിയ എന്ന് പറയുന്ന ഫ്രീഡം ഫുഡ് ഫാക്ടറിയുടെ മുൻവശത്ത് വലിയൊരു മോഷണം നടന്നിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ, അതായത് 4 ലക്ഷത്തോളം രൂപ ഈ ഓഫീസിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു പോയത് എന്നറിയാൻ വേണ്ടിയുള്ള അന്വേഷണം, അത് അന്വേഷിക്കാൻ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥർ, അവരെയൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. 4 ലക്ഷത്തോളം രൂപ ഇവിടെ നിന്ന് എടുക്കണമെങ്കിൽ, അതായത് പോലീസ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്ന് ധൈര്യത്തോടെ എടുക്കണമെങ്കിൽ ആ ധൈര്യം ആർക്കാണ് എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. പ്രധാനമായിട്ടും ഇവിടെ വരുന്നവരും പോകുന്നവരും ഒക്കെ പറയുന്നത് ഇവരൊന്നും അറിയാതെ ഇതൊന്നും എങ്ങോട്ടും പോകില്ല എന്നുള്ള ഒരു രീതിയിൽ സാധാരണ ജനങ്ങൾ പ്രതികരിക്കുന്നതിന്റെ പ്രധാന കാരണം ഇത്തരമൊരു മോഷണം നടന്നിരിക്കുന്നത് പോലീസ് വലയത്തിന്റെ ഉള്ളിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ച് ജയിലിലുള്ള നിരവധി കുറ്റവാളികളാണ് ഈ സ്ഥാപനത്തിൽ തൊഴിലാളികളായിട്ട് ജോലി ചെയ്യുന്നത്. പലപ്പോഴും വളരെ നല്ല നടപ്പിനൊക്കെ ലിസ്റ്റിൽ വരുന്ന പ്രതികളാണ് ഇതിൻ്റെ ഉള്ളിൽ ഫുഡ് നൽകാനും സെർവ് ചെയ്യാനും ഒക്കെ നിൽക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതികൾ ഇവിടുത്തെ സിസ്റ്റം മനസ്സിലാക്കുകയും ഇവിടെ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവരുന്നത് ഇതിനകത്തുള്ള CCTV ദൃശ്യങ്ങളൊന്നും CCTV വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇവരൊരു ഇത്തരം ഒരു മോഷണം നടത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് കൃത്യമായിട്ട് ഇതിനുള്ളിൽ കാര്യങ്ങൾ അറിയുന്ന ഒരാൾ തന്നെ ആയിരിക്കണം ഇതിൻ്റെ അകത്തുള്ള ഒരു മോഷ്ടാവ് എന്ന് തന്നെയാണ് ആ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പോലീസ് സംവിധാനത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇത്. കാരണം പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് പൂജപ്പുര ജയിലിൽ എപ്പോഴും നിരവധി പോലീസുകാരും ഒപ്പം തന്നെ CCTV ദൃശ്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യമാണ്. അങ്ങനെ അത്തരം ഒരു സാഹചര്യത്തിൽ ഇത്രമാത്രം വലിയൊരു വീഴ്ച, 4 ലക്ഷത്തോളം രൂപ ഒരു പൂച്ചക്കുഞ്ഞ് പോലും അറിയാതെ എടുത്തു കൊണ്ടുപോകാൻ ആർക്കാണ് ധൈര്യം എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. ഇത് ഒരു തരത്തിൽ പോലീസിനെ അടക്കം പോലീസ് സിസ്റ്റത്തെ അടക്കം നാണം കിടത്തുന്ന ഒരു വിഷയം.
കേരള പോലീസ് സിസ്റ്റത്തിൽ എന്താ തോന്നുന്ന ഈ ഒരു തോന്നുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സാധാരണ ആട്ടോ ജീവനക്കാരും കൂടുതലും ഭക്ഷണം കഴിക്കാൻ വരുന്നത് ഇവിടെ പൂജപ്പുര ജയിലിന്റെ ഇവിടെ ഉള്ള ഈ കഫ്റ്റീരിയയിലാണ് വരുന്നത്. സാധാരണഗതിക്ക് ഒരു 50 രൂപയ്ക്ക് ഒതുങ്ങുന്നത് ഇപ്പൊ ഇവിടെ തുറന്നില്ലേ നമുക്ക് വെളിയിൽ 200 ചിലവാണ് ഒന്ന്. അത് പോയിട്ട് ഇവിടെ സർക്കാർ ജീവനക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട്. ചെക്ക് LBS കോളേജ് ഉണ്ട്, അവിടുത്തെ സ്റ്റുഡൻസിന് ഇവിടെ ആഹാരം കഴിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ദൂരം നിന്നെല്ലാം പ്രതീക്ഷിച്ച് വരുന്നവരുടെ അവസ്ഥ വലിയ ബുദ്ധിമുട്ടാവും. ചേട്ടാ, ഇതിപ്പം പോലീസിന്റെ അണ്ടറിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ പെടുന്ന ഒരു സ്ഥലമാണ്. ആ ഒരു സ്ഥലത്താണ് ഇത്തരത്തില് ഒരു വലിയ കളവ് 4 ലക്ഷത്തോളം രൂപയൊക്കെ പോയിരിക്കുന്നത്. അപ്പോ കുറച്ചു ദിവസം മുന്നേ തന്നെ ഗോവിന്ദൻ ചാവി വാർത്തകളൊക്കെ കേട്ടാണല്ലോ. അതായത് ജയിലുകൾക്ക് വേണ്ടത്ര സുരക്ഷ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള വാർത്തകളല്ലേ പുറത്തു. സുരക്ഷ കൂടുതൽ ഉണ്ടായിരിക്കും. ഇവിടെ 4 സൈഡിൽ ക്യാമറ എല്ലാ കാര്യങ്ങളും കാണും. പക്ഷെ എന്തുകൊണ്ട് അവരൊന്നും കുറച്ച് റിസ്ക് എടുത്ത് നോക്കുന്നില്ല? അല്ല, ഇത്രയും ക്യാമറകൾ ഉണ്ടായിട്ടും അങ്ങനെ ഒരു കളവ് നടത്താനുള്ള ഒരു ധൈര്യം തീർച്ചയായിട്ടും ഈ ക്യാമറകളൊന്നും വർക്ക് ചെയ്യില്ല എന്ന് അറിയുന്നതുകൊണ്ടായിരിക്കും. അതൊരു വലിയൊരു വീഴ്ചയായിട്ട് തോന്നുന്നുണ്ട് നമ്മുടെ സർക്കാർ സംവിധാനം. വളരെ വീഴ്ചയാണ്. 4 ലക്ഷം രൂപയെന്ന് പോയിട്ട് പാവം നല്ലൊരു മനുഷ്യൻ പെട്ടെന്ന് എടുത്തോട്ട് പോകാൻ പറ്റത്തില്ല. ഇതാരെങ്കിലും സ്റ്റാഫുകളുടെ ഏതെങ്കിലും അനാസ്ഥയോ അങ്ങനെ എന്തെങ്കിലും എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ല നമുക്ക്. ചേട്ടനൊക്കെ പോലെയുള്ള ആളുകളാണ്. അതെ, പിന്നെ കൂടുതൽ ഇത് എത്ര പേരുണ്ട്, ഇത്ര ജനങ്ങൾ വന്നു പോകുന്നുണ്ട്. എവിടെയെല്ലാം ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ട് പോകുന്നവരാണ്. അപ്പൊ നമ്മളിതുപോലെ നോക്കിക്കൊണ്ട് നിന്നിട്ട് കാര്യമാണ്. അവിടെ വന്ന് എന്തിനാണെന്ന് നോക്കുന്നതല്ലാതെ വേറെ അവിടെ പ്രതീക്ഷയ്ക്കില്ലല്ലോ വരുന്നത്. ആഹാരം വാങ്ങിച്ചിട്ട് പോകുന്ന പ്രതീക്ഷയില്ല വരുന്നത്. പക്ഷെ കിട്ടുന്നില്ല, സാധനം കിട്ടുന്നില്ല. ഇനിയിപ്പോ അവര് ഇപ്പൊ വേറെ കട ആശ്രയിച്ച് പോകേണ്ടി വരും. തീരം ഇതേ ഇവിടെ തന്നെ വരുന്നവര് ഇവിടെ വരത്തുള്ളൂ. പോലീസുകാരുടെ അണ്ടറില് അത്രയും സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് 4 ലക്ഷം രൂപ കളവ് വരിക്കുന്നത് അതിശയമാണ്. ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്തതാണ്, ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഇവിടത്തെ ആരെങ്കിലും തന്നെ ചെയ്തിട്ടുണ്ട്, അത് ഷുവറാണ്. ഇവിടുന്ന് എപ്പോഴും ഫുഡ് മേടിക്കാറുണ്ടോ? എപ്പോഴും ഇല്ല. ഇതിലേ പോകുമ്പോ ചപ്പാത്തിയോ ബിരിയാണി എന്തെങ്കിലും ആശയകരിക്കാൻ എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കും. അല്ല ഇവിടെ ഇതാക്കുന്നു ചപ്പാത്തി നമുക്ക് എമർജൻസിക്ക് വേണ്ടിയിട്ട് പോയത് പോയി. ഒരു സുരക്ഷിതത്വം ഇല്ല. അത് ജയിലിന്റെ തൊട്ടടുത്തല്ലേ.